മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, വലിയ നോമ്പിൻ്റെ ചൈതന്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നോമ്പുകാലം ഏറ്റവും ഫലദായകമാക്കാൻ ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തോട് ചേർന്ന് വലിയ ത്യാഗങ്ങളും പുണ്യങ്ങളും പരിശീലിച്ച് ജീവിക്കുന്നവരാണ് നാം എല്ലാവരും. നോമ്പുകാലത്തിലെ 4-ാമത്തെ ഞായറാഴ്ചയായ ഇന്ന് തിരുസഭാ മാതാവ് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ആഹ്വാനമാണ് നൽകുന്നത്. വിശുദ്ധ ജീവിതം നയിക്കാൻ നാം എന്ത് ചെയ്യണം എന്ന് അല്പസമയം ധ്യാനിക്കാം. ലോക ചരിത്രത്തിൻ്റെ ആരംഭം മുതലേ പല യുദ്ധങ്ങളെപ്പറ്റി നാം കേട്ടിട്ടുണ്ട്. യുദ്ധം ചെയ്ത് വിജയിച്ചവരുടെയും പരാജയപ്പെട്ടവരുടെയും കഥകൾ മറ്റുള്ളവരിൽ നിന്ന് കേട്ടും വായിച്ചുമെല്ലാം അറിവുകൾ നേടിയവരാണ് നാം എല്ലാവരും. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും പല കാരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇപ്പോഴും യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതവും ഒരു യുദ്ധത്തിന് സമാനമാണ്. പക്ഷേ ഇവിടെ നമ്മുടെ യുദ്ധം മറ്റു രാജ്യങ്ങളോടൊന്നുമല്ല, പാപങ്ങൾക്കെതിരെയാണ്, തിന്മയുടെ ശക്തികൾക്കെതിരെയാണ് എന്ന് മാത്രം. ഈ നോമ്പുകാലം നമ്മെ സംബന്ധിച്ച് ഇവയ്ക്കെതിരെ പോരാടുക എന്നത് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഈ നോമ്പുകാലം അനുഗ്രഹമാക്കി മാറ്റാൻ ത്യാഗങ്ങളും പുണ്യപ്രവൃത്തികളും നാം ചെയ്യുന്നത്. ഇന്നത്തെ വായനകളിലേക്ക് കടന്നു വരുമ്പോൾ പഴയ നിയമ വായനകളും പുതിയ നിയമ വായനകളും വ്യഭിചാരം ചെയ്യരുത് എന്നതിനെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ സോദോം ഗൊമോറ ദേശത്തെ ജനങ്ങൾ ചെയ്ത മ്ലേച്ഛ പാപത്തെക്കുറിച്ച് പറയുമ്പോൾ സാമുവേലിൻ്റെ പുസ്തകത്തിൽ കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസനായ ദാവീദ് രാജാവിൻ്റെ തിന്മയെപ്പറ്റി, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന വ്യഭിചാരം എന്ന തിന്മയെപ്പറ്റി പറയുകയാണ്. ലേഖനത്തിൽ പൗലോസ്ലീഹ യുവസഹജമായ പാപങ്ങളിൽ നിന്നും മോഹങ്ങളിൽ നിന്നും ഓടിയകലാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വചനഭാഗങ്ങളുടെയെല്ലാം തുടർച്ചയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നാം കാണുന്നത്. വ്യഭിചാരം ചെയ്യരുത് എന്ന ഈശോയുടെ കൽപ്പന. ഇന്നത്തെ കാലത്ത് മനുഷ്യൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതും എന്നാൽ പരാജയപ്പെടുന്നതുമായ പുണ്യമാണ് വിശുദ്ധി. ഇന്ന് മാധ്യമങ്ങളിലൂടെ കൂടുതൽ പ്രചരിക്കുന്ന വാർത്തകൾ പീഡനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സ്നേഹം നിറഞ്ഞവരെ, ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ വിശുദ്ധിയിൽ ജീവിക്കുക എന്നത് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. സാഹചര്യങ്ങളെല്ലാം നമുക്കെതിരായി, വിശുദ്ധിക്കെതിരായി സാഹചര്യങ്ങൾ ഉടലെടുക്കുമ്പോൾ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം പാപത്തിൻ്റെ ഏജന്റുമാരാണ് പഞ്ചേന്ദ്രിയങ്ങൾ, ഹൃദയം അവയുടെ വിനീതദാസിയും. പാപത്തെ തടയണമെങ്കിൽ ആദ്യം പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രേരണകളെ വേണം തടയാൻ. അതുകൊണ്ടാണ് ക്രിസ്തു വചനത്തിൽ പറയുന്നത്, വലത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുകയാണ്. വലതുകരം നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. ശരീരമാകെ നരകത്തിലേക്ക് പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുകയാണ്. പുറമേയുള്ള ഏതൊരു കാര്യവും ഏറ്റവും കൂടുതൽ പ്രവേശിക്കുന്നത് നമ്മുടെ കണ്ണുകളിലൂടെയാണ്. ആ കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് ആണോ നീ പാപം ചെയ്യുന്നത് എങ്കിൽ ആ കണ്ണ് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് എന്ന് വചനം പറയുമ്പോൾ നിന്റെ കണ്ണ് എടുത്ത് പറിച്ചു കളയാനല്ല ഉദ്ദേശിക്കുക. എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന, ജീവിതത്തിൻ്റെ മഹത്വത്തിൽ നിന്ന് അകറ്റുന്ന, ദൈവം എനിക്കായി കരുതിയ ജീവിതത്തിൻ്റെ വിശുദ്ധിയിൽ നിന്ന് അകറ്റുന്ന എല്ലാറ്റിനെയും മുറിച്ചു കളയുക എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. നമ്മൾ നല്ലതെന്ന് കരുതി കൂട്ടുകൂടുന്നതും ചേർത്ത് പിടിക്കുന്നതുമെല്ലാം എപ്പോഴും നല്ലതാകണമെന്നില്ല. ഒത്തിരി കാര്യങ്ങൾ ഇഷ്ടമായിരിക്കാം, ചില കൂട്ടുകെട്ടുകൾ ഇഷ്ടമായിരിക്കാം, മൊബൈൽ ഫോൺ പോലെയുള്ള വസ്തുക്കൾ ഇഷ്ടമായിരിക്കാം, ചില ശീലങ്ങൾ ഇഷ്ടമായിരിക്കാം. പക്ഷേ ഇതെല്ലാം നല്ലതാണോ? ഇതിലൂടെ എനിക്ക് എന്ത് നന്മയാണ് സ്വന്തമാക്കാൻ സാധിക്കുക എന്ന് നാം ചിന്തിക്കണം. ഒരുപക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ദൈവത്തിന് മുമ്പിൽ എപ്പോഴും നല്ലതാകണമെന്നില്ല. ചില സാഹചര്യങ്ങൾ, ശീലങ്ങൾ, നാം ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഇതൊക്കെ നമുക്ക് നല്ലതെന്ന് തോന്നിയേക്കാം. പക്ഷേ ഇവയൊന്നും ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നില്ല എങ്കിൽ, നന്മയിലേക്ക് നയിക്കുന്നില്ല എങ്കിൽ, വിശുദ്ധ ജീവിതം നയിക്കാൻ സഹായിക്കുന്നില്ല എങ്കിൽ, നാം ആയിരിക്കുന്ന സമൂഹത്തിൽ തിന്മ വിതയ്ക്കുന്നതാണ് എങ്കിൽ അവയെ ഉപേക്ഷിക്കാൻ നാം തയ്യാറാകണം.
അല്ലെങ്കിൽ അതോടുകൂടി നാം നരകത്തിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തിന്മയുടെ വഴിയിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ ഏതാണോ അവയെ ഉപേക്ഷിച്ച് സ്വർഗം സ്വന്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഇന്നത്തെ വചനങ്ങളുടെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ ഓരോ ക്രൈസ്തവൻ്റെയും വിളി വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാനോ അല്ലെങ്കിൽ വലിയ അറിയപ്പെടുന്നവരാകാനോ ഒന്നുമല്ല, മറിച്ച് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ഒരു വിളിയാണ് അത്. ഈ അവസരത്തിൽ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ ഒന്ന് ആത്മശോധന ചെയ്യാം. ഈ കപടത നിറഞ്ഞ ഈ ലോകത്തിൽ വിശുദ്ധ ജീവിതം നയിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എന്നെ തിന്മയിലേക്ക് നയിക്കുന്ന പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ആന്തരികവും ബാഹ്യവുമായ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ത്യാഗങ്ങളും പുണ്യപ്രവർത്തികളും വഴി ഈ നോമ്പുകാലം അനുഗ്രഹപ്രദമാക്കുകയും അതുവഴി ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും എല്ലാ പാപങ്ങളിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും അകറ്റി വിശുദ്ധിയിൽ കാത്തുസൂക്ഷിക്കാൻ കൃപ നൽകണമേ. ആമേൻ.